ഹായ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് എന്ന മാത്സ് പേപ്പറാണ്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ പേപ്പറിന്റെ കോഡ് വന്നിട്ട് MCS 212 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പൊ മാത്സ് എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ മാത്സ് നല്ല ത്രില്ലിംഗ് ആണ്. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കുന്ന അത്രയും ഡിഫിക്കൽട്ട് ഒന്നുമില്ല നമ്മുടെ മാത്സ് വരുന്നത്, വളരെ ഈസി ആയിട്ടാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പേപ്പേഴ്സ് ആണ്, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 ബ്ലോക്സ് ആയിട്ടാണ്, അതായത് 4 മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ എലമെന്ററി ലോജിക്സ് ആൻഡ് പ്രൂഫ്സ്, സെക്കൻഡില് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ദെൻ കൗണ്ടിങ് പ്രിൻസിപ്പൾ, ഗ്രാഫ് തിയറി. 4 ബ്ലോക്കാണ് നമ്മുടെ പേപ്പറിനകത്ത് വരുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ നോക്കാം. അപ്പൊ പേര് പോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഡിഗ്രി ബേസിസിൽ കഴിഞ്ഞിട്ടുള്ളതിന്റെ ഒരു ചെറിയൊരു അതിന്റെ ഒരു ഇച്ചിരി കൂടി നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് മാത്സ് ഡിഗ്രി ബേസിസിൽ പഠിച്ച പോർഷൻസ് ആണ് ഓൾമോസ്റ്റ് ഉള്ളത്. ഇതിൽ കുറച്ച് പോർഷൻസ് മാത്രമേ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് എലമെന്ററി ലോജിക് ആൻഡ് പ്രൂഫ്സ് ആണ്. അപ്പൊ എലമെന്ററി ലോജിക്സ് ആൻഡ് പ്രൂഫ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 3 മൊഡ്യൂൾസ് ആണ്, 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് പ്രിപ്പോസിഷണൽ കാൽക്കുലസ്. പ്രിപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അതായത് യെസ് ഓർ നോ, അതിനൊരു ആൻസർ ഉണ്ടായിരിക്കും. യെസ് ഓർ നോ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ പ്രിപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രിപ്പോസിഷൻസ് ആണോ നോൺ പ്രിപ്പോസിഷൻസ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ അതിൽ ട്രൂത്ത് ടേബിൾ, അതിന് ട്രൂത്ത് ടേബിൾ ഉണ്ട്, കുറച്ച് ലോജിക്കൽ സിമ്പിൾസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഫിസിക്സിലും ഡിഗ്രി ബേസിസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ. ട്രൂത്ത് ടേബിൾ ആയിട്ടുള്ള ലോജിക്കൽ ആൻഡ് ഓർ നോട്ട് ഓപ്പറേഷൻസ്. അപ്പൊ അതിന്റെ ആൻഡ് ഓപ്പറേറ്റർ, ഈ ഒരു ഓപ്പറേഷൻസ് വെച്ചിട്ട് അതിനകത്ത് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ട്രൂത്ത് ടേബിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിനകത്ത് പഠിക്കുന്നത്. ദെൻ മെത്തേഡ്സ് ഓഫ് പ്രൂഫ്. പേര് പറഞ്ഞ പോലെ തന്നെ പ്രൂഫ് തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത്. തിയറി ഉണ്ടായിരിക്കും, ആ ഒരു തിയറി നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണം. അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ആ സ്റ്റേറ്റ്മെന്റ് ഡിസ്പ്രൂവ് ചെയ്യും വേണം, പ്രൂവ് ചെയ്യും വേണം. അങ്ങനെ കുറച്ച് തിയറങ്ങൾ ഉണ്ടായിരിക്കും. ആ തിയറം കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു യൂണിറ്റിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റിൽ വരുന്നത് ബൂളിയൻ ആൾജിബ്ര ആൻഡ് സർക്യൂട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഫിസിക്സ് +2 ബേസിലോട്ട് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ +2 ബേസിസിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദെൻ MCA എടുക്കുന്ന കുട്ടികളായാലും നമുക്ക് ഡിഗ്രി ബേസിസിൽ വരുന്നുണ്ട്. നമ്മുടെ ബൂളിയൻ ആൾജിബ്രയുടെ പോർഷൻ വളരെ ഈസി ആയിട്ടുള്ളതാണ്, നന്നായി നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ലോജിക്കൽ ആൻഡ് നോട്ട് ഓർ ഇത്രയും ഓപ്പറേഷൻസ്, അതിന്റെ ട്രൂത്ത് ടേബിൾ, അതിന്റെ എക്സ്പാൻഷൻ, പിന്നെ ബൂളിയൻ എക്സ്പ്രഷൻ, നമ്മൾ ആൾജിബ്രയിൽ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത്. ദെൻ സെക്കൻഡ് ബ്ലോക്കിനകത്ത് സെറ്റ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. പേര് പോലെ തന്നെ സെറ്റ് റിലേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു പെർട്ടിക്കുലർ നമ്പേഴ്സിന്, ഒരു പെർട്ടിക്കുലർ കണ്ടന്റിന് നമ്മൾ എന്താണ് ഒരു ലിസ്റ്റ് ചെയ്യുക അല്ലെ, അതിനെ ഗ്രൂപ്പ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സെറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ റിലേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ബേസിസിൽ പറയുമ്പോൾ, അതായത് ഒരു സെറ്റിൽ ആ എലമെന്റ്സ്, അതിന്റെ ഉള്ളിൽ ഓരോ നമ്പേഴ്സിന് അല്ലെങ്കിൽ ഓരോ കണ്ടന്റിന് നമ്മൾ എന്താണ് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു എലമെന്റ്സിന് തമ്മിലുള്ള റിലേഷൻസ്, ആ റിലേഷൻസ്, പിന്നെ അവ തമ്മിലുള്ള ഫംഗ്ഷൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിനകത്ത് പഠിക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെറ്റ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താണ് സെറ്റ്, അതിനെ കുറിച്ച് ഡിഫറെന്റ് ടൈപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ദെൻ ഇതിനകത്ത് സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് ഓട്ടോമാറ്റ് ആൻഡ് ലാംഗ്വേജസ്. ഇത് നിങ്ങൾക്ക് കുറച്ച് പുതുമയുണ്ടായിരിക്കും. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പോ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ ഈ ATM മെഷീൻ, അതെന്താണ് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻ ആണ്. നമ്മൾ നോർമലി ഒരു കസ്റ്റമർ നമ്മൾ എന്ത് ചെയ്യുന്നു, പൈസ വേണം വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് പോയിട്ട് ATM-നകത്ത് കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു, ദെൻ നമ്മൾ എമൗണ്ട് അടിച്ചു കൊടുക്കുന്നു, പിന്നെ അടിച്ചു കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇത്രയും പ്രോസസ്സ് മാത്രമേ നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ ആസ് എ യൂസർ ആയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഉള്ളിൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതായത് അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ആ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു പ്രിൻസിപ്പിൾ നമ്മൾ
അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അതിന്റെ പ്രോഗ്രാമിംഗ്. ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു ഓട്ടോമേറ്റ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ വരുന്നത്. ഓക്കെ, ഇതിന് ഈ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സെറ്റ് ഓഫ് സ്ട്രിങ്സ് ആണ് വരുന്നത്. ആൽഫബറ്റ്സിന്റെയും സ്ട്രിങ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഈ ഒരു ലാംഗ്വേജസിൽ വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. പിന്നെ അതിനകത്ത് കുറെ ടൈപ്പ്, അതായത് ടൈപ്പ് 0 to ടൈപ്പ് 3 ലാംഗ്വേജസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഇതിനകത്ത് അടുത്തത് വരുന്നതാണ് കമ്പ്യൂട്ടബിലിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി. കമ്പ്യൂട്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോമാറ്റിക് ചോദിച്ചത്. ഏറ്റവും ഫസ്റ്റ് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതുപോലെ നമ്മുടെ ബൂളിയൻ ഓപ്പറേഷൻസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു സയന്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ട്യൂറിംഗ് മെഷീൻ. ആ ട്യൂറിംഗ് മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേരാണ് അലൻ ട്യൂറിംഗ്. അപ്പൊ ഈ ഒരു ട്യൂറിംഗ് മെഷീൻ എന്താണ്, അതിന്റെ ബേസിസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് നോക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് 3 ആണ്. സോ ബ്ലോക്ക് 2 നമ്മുടെ കഴിഞ്ഞു. ദെൻ ബ്ലോക്ക് 3 കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. കൗണ്ടിങ് പ്രിൻസിപ്പിൾ അത് നമുക്ക് എന്താണ് കോമ്പിനേറ്റീവ്സ്, അതായത് നമ്മള് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻസ് ഒക്കെ ചെയ്യുന്നത്, അതിന്റെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് അതിന്റെ പ്രയോറിറ്റി ചെക്ക് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കുന്നത്. അതിന്റെ പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ. അഡ്വാൻസ്ഡ് കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അഡ്വാൻസ്ഡ് കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ, പിന്നെ എങ്ങനെയാണ് നമുക്കൊരു അഡീഷൻ ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഇൻക്ലൂസീവ് ആണോ എക്സ്ക്ലൂസീവ് ആണോ, ആ ഒരു കൗണ്ടിങ് കുറച്ച് സബ്ജക്റ്റീവ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഓരോ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് അതിനെ നമുക്ക് കൗണ്ടിങ് ചെയ്യാനായിട്ട് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ കൗണ്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് റെക്കറൻസ് ആൻഡ് റിലേഷൻസ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ റെക്കറൻസ് റിലേഷൻസ് എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെയാണ്. ഇത് കുറച്ച് അൽഗോരിതംസ്, അതിന്റെ ഡിവൈഡ് കോൺഫർ അൽഗോരിതം നമ്മൾ ഡാറ്റ സ്ട്രക്ചറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അത് തന്നെ ഒന്നും കൂടെ ഒന്ന് റീമേക്ക് ചെയ്യാനായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത് പാർട്ടീഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്. പേര് പോലെ തന്നെയാണ് നമ്മൾ ഡിസ്റ്റിങ്വിഷബിൾ ആണോ ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ കൗണ്ടിങ് പ്രിൻസിപ്പിൾ പഠിച്ചു. ദെൻ ആ കൗണ്ടിങ്ങിന്റെ നമ്പർ ഓഫ് വേസിൽ വരുന്നതാണ് ഡിസ്റ്റിങ്വിഷബിൾ, ദെൻ ഇൻഡിസ്റ്റിങ്വിഷബിൾ, റെസ്പെക്റ്റീവ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും യൂണിറ്റ് ആണ് ഈ ഒരു ബ്ലോക്കിനകത്ത് വരുന്നത്. ദെൻ നമുക്ക് ഗ്രാഫ് തിയറി ആണ്. ഗ്രാഫ് തിയറിനകത്ത് നമുക്ക് വരുന്നത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാഫ്. അപ്പോൾ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നിങ്ങൾ നോർമലി പഠിച്ചിട്ടുണ്ടായിരിക്കും, ഗ്രാഫിനകത്ത് എഡ്ജസ് ആൻഡ് വെർട്ടീസസ് എന്നായിരിക്കും. കളക്ഷൻ ഓഫ് എഡ്ജസ് ആൻഡ് വെർട്ടീസസ് ആണ്. അപ്പോൾ ഓരോ എഡ്ജും എന്താണ് ഓരോ വെർട്ടെക്സ് വെച്ച് കണക്റ്റഡ് ആണ്. അതിനാണ് നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അത് നമ്പർ വൈസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിന്റെ ഡിഗ്രി, അതിന്റെ സീക്വൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗ്രാഫ് തിയറിനകത്ത് പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രാഫ് തിയറിക്കകത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡിഗ്രി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അങ്ങനെ കുറച്ച് മൈന്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓൾറെഡി ഡാറ്റ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമുക്ക് കവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ കണക്റ്റഡ്നെസ് ഗ്രാഫ് തിയറിയിൽ വരുന്നതാണ്. അത് സൈക്ലിക് ആണോ, കണക്റ്റഡ് ആയിട്ടുള്ള ഗ്രാഫ് ആണോ? അപ്പൊ അതൊരു സൈക്ലിക്, കണക്റ്റഡ് ആണെങ്കിൽ നമുക്കറിയാം അതൊരു സൈക്ലിക് വേ ഫോം ചെയ്യും, അല്ലെ, സർക്കിൾ ഫോം ചെയ്യും. അല്ലെങ്കിൽ അതെന്താണ്, അതിന്റെ പാത്ത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആണോ, അങ്ങനത്തെ രീതിയിൽ അതിനെ വേരിയസ് ടൈപ്പ്, അതിന്റെ ബൈ പാർട്ടിക്കിൾ ഗ്രാഫ് ആണോ, അതിന്റെ ട്രീസിലേക്ക് അത് കൺവേർട്ട് ആവുന്നുണ്ടോ, അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു കണക്റ്റഡ്നെസ്സിൽ പഠിക്കുന്നത്. ദെൻ യൂണിറ്റ് 3 നമ്മൾ പഠിക്കുന്നത് റുളേറിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണ്. ഇത് രണ്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫേമസ് ആയിട്ടുള്ള ഗ്രാഫുകളാണ്. അതിൽ ഓരോന്നിനും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ അത് റുളേറിയൻ ഗ്രാഫ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് ആണ്. അപ്പൊ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അത്രയും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. എല്ലാം നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ, ഇതിന് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ കൂടിയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ യൂണിറ്റ് 4 ഗ്രാഫ് കളറിംഗ് ആണ്. ഗ്രാഫ് കളറിനകത്ത് നമുക്ക് സിമ്പിൾ ഗ്രാഫിന്റെ റൊമാൻറ്റിക് നമ്പർ വെച്ചിട്ട് വെർട്ടെക്സും എഡ്ജും എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. അതുപോലെ തന്നെ ഒരു തന്ന ഒരു ഗ്രാഫ് തരാണെങ്കിൽ അത് പ്ലാനാർ ആണോ അല്ലയോ എന്നുള്ളത് ക്രമോസ്കി തിയറം യൂസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് മാപ്പ് കളർ ചെയ്യുക, ഇത്രയും കുറച്ച് ഗ്രാഫിനെ കുറിച്ചിട്ടുള്ള കളറിംഗ് പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ പോർഷൻസ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം.
ഓക്കെ, താങ്ക് യു.